ശ്രീമതി CK ആശ, അങ്ങേക്ക് 11 മിനിറ്റ്. സാർ, ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് കണ്ടപ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കുരുപ്പിഴയുടെ ചില വരികളാണ് സാർ എനിക്ക് ഓർമ്മ വന്നത്. സാർ, അതിങ്ങനെയാണ്: കപട സ്നേഹിത നിന്നോട് വാസ്തവ കവിത ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ. പല നിറങ്ങളിൽ നിന്റെ മുഖം മൂടി, പല നിലങ്ങളിൽ നിന്നെരിഞ്ഞൽ കൃഷി, മധുരമാകർഷകം മന്ദഹാസവും കരുണ മൂടിയ കൺകെട്ടു വിദ്യയും, സുഗതമാത്മപ്രകാശനം നാടക കളരി തോൽക്കുന്ന ഭാഷയും ഭാവവും, കപട സ്നേഹിത നിൻ നാട്യ വൈഭവം കവിത ചൊല്ലി തിരസ്കരിക്കുന്നു ഞാൻ മോഡിയെ പറ്റിയാണ് സാർ പറയുന്നത്. സാർ, ഈ കേരളം മറന്നിട്ടില്ല സാർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ആ നാട്യ വൈഭവം. അത് പറയുമ്പോൾ ഇവർക്ക് അത്ര സൂഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായിരിക്കാം ബഹളം ഉണ്ടാക്കുന്നത്. സാർ, ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് നിരാലംബയായ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അടുത്തുപോലും കുരുപ്പിഴ പറയുന്നത് പോലെ നാടകക്കളരി തോൽക്കുന്ന അഭിനയമല്ലേ സാർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അന്ന് കാഴ്ചവെച്ചത്? സാർ, കേരളം മോദി സർക്കാരിൻ്റെ നിരന്തരമായ അവഗണനയുടെയും രാഷ്ട്രീയ വൈര്യത്തിൻ്റെയും ഇരയാണെന്ന് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നു. സാർ, ബഡ്ജറ്റ് അവതരണത്തിൽ 1/2 ഡസൻ തവണയാണ് ബീഹാറിൻ്റെ പേര് ധനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞത്. ഒറീസയ്ക്ക് വാരിക്കോരി കൊടുക്കുന്ന ധനമന്ത്രി നിങ്ങൾ ഈ കേരളത്തെപ്പറ്റി ഒരക്ഷരം പറഞ്ഞു? 1 രൂപയുടെ സാമ്പത്തിക പിന്തുണ കേരളത്തിന് പ്രഖ്യാപിച്ചു. സാർ, ഇത് നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ് സാർ. ഇപ്പം ഇവിടെ മഹേഷ് പറഞ്ഞു നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണെന്ന്. ഈ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പാർലമെൻറ്റിൽ പോയി സമരം ചെയ്യാമെന്ന് പറഞ്ഞത്. നിങ്ങൾ വന്നോ? അന്നേരം മാറി നിന്നില്ലേ? ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഞങ്ങൾ MLA-മാരെല്ലാവരും കൂടി ആ ഡൽഹിയുടെ തണുപ്പത്ത് പോയി വിറങ്ങലിച്ച് ഇന്ന് സമരം ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഈ അവകാശം പറയേണ്ട ആൾക്കാരൊക്കെ? അന്നേരം മാറി നിന്നില്ലേ? പിന്നെ ഇപ്പോൾ അവകാശം പറയാൻ വന്നിരിക്കണോ? ഈ നിയമസഭയുടെ ഉള്ളിൽ മാത്രമാണ് അവകാശത്തിനെ പറ്റി സംസാരിക്കാനുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ അത് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. പിന്നീട് BJP-യുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമ്മർദ്ദവും പ്രേരണയും ആർക്കും മനസ്സിലാവും. എന്നാൽ അതിന് നൽകേണ്ടി വരുന്ന വില രാജ്യത്തിൻ്റെ സാമ്പത്തിക ഫെഡറൽ സന്തുലനത്തിൻ്റെ തകർച്ചയാണെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഒരു ലോക്സഭാ സീറ്റും മന്ത്രി പദവിയും കേരളത്തിന് നൽകി വികസനത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും വളർച്ചയുടെയും ദിനങ്ങളെപ്പറ്റിയുള്ള വാഗ്ദാനവും പ്രതീക്ഷയും നൽകി BJP കേരള ജനതയെ എങ്ങനെ കബളിപ്പിച്ചു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് സാർ ഈ കേന്ദ്ര ബഡ്ജറ്റ്. കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളോട് പോലും പുറംതിരിഞ്ഞ ബഡ്ജറ്റ് വയനാട് ദുരന്തത്തിൻ്റെ ഇരകളോടുള്ള മനുഷ്യത്വഹീനമായ ക്രൂരത BJP രാഷ്ട്രത്തിൻ്റെ മുഖമുദ്രയാണെന്ന് നമ്മെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നു. സർ, മോഡി സർക്കാരിൻ്റെ ഇക്കൊല്ലത്തെ ബഡ്ജറ്റും തങ്ങൾ കോർപ്പറേറ്റുകളുടെയും അതിസമ്പന്നരുടെയും വരേണ്യ താൽപ്പര്യ സംരക്ഷകർ മാത്രമാണെന്നും അധികാരം നിലനിർത്താൻ ജനാധിപത്യം ഫെഡറലിസം തുടങ്ങിയ രാഷ്ട്രീയ മൂല്യങ്ങൾ അട്ടിമറിച്ച് ഏതറ്റം വരെ പോകാനും തങ്ങൾക്ക് മടിയില്ലെന്നും പ്രഖ്യാപിക്കൽ കൂടിയാണ് സാർ. സാർ, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിയൊര ഇടുന്നതാണ് കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരുടെ വാക്കുകൾ. സാർ, ഈ കേരളം എത്ര ആശങ്കയോടുകൂടിയാണ് സാർ ആ മന്ത്രിമാർ 2 ദിവസങ്ങളിലായി നടത്തിയ ആ പ്രഖ്യാപനങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകളെ കേട്ടിരുന്നത് എന്ന് നാം ഓർക്കണം. കേരളം ഒരു കേന്ദ്രമന്ത്രി ഞാൻ ആ ജില്ലയിൽ കൂടി പെട്ട ഒരാളാണ്, കോട്ടയം ജില്ലയിൽ. എനിക്ക് എന്താ പറയുക, ആ ഒരു ജില്ലയിലെ ഒരു കേന്ദ്രമന്ത്രിയായി പോയ ഒരാളുടെ ആ വാക്കുകൾ ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോൾ ലജ്ജയാണ് സാർ തോന്നുന്നത്. കാരണം ഒരിക്കലും ഒരു സംസ്ഥാനത്തിനോട് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആ സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ അത്തരത്തിലുള്ളൊരു പ്രതികരണം ഒരിക്കലും പാടില്ലാത്തതാണ് സാർ. അദ്ദേഹം പറഞ്ഞത് ഈ കേരളം ഓർക്കുന്നുണ്ട് സാർ. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാണ്. കേന്ദ്രത്തിൻ്റെ സഹായം കേരളത്തിൽ ലഭിക്കണമെങ്കിൽ കേരളം എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പിന്നോക്കാവസ്ഥ അംഗീകരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നാം നേടിയിട്ടുള്ള നേട്ടങ്ങളെ എല്ലാം ഇല്ല എന്ന് കേന്ദ്രത്തിന് മുമ്പിൽ അടിയറവ് പറയണമെന്നാണ് ഒരു കേന്ദ്രമന്ത്രി നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്. സാർ, തങ്ങൾക്ക് റോഡില്ല. സാർ, ഇവിടെ ഈ കഴിഞ്ഞ 2016 മുതലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലയളവ് മാത്രം പരിശോധിച്ചാൽ സാർ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ വികസന കുതിപ്പാണ് സാർ റോഡുകളുടെയും പാലങ്ങളുടെയും കാര്യത്തിൽ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ആർക്കാണ് സാർ അറിയാൻ പാടില്ലാത്തത്? ഈ കേന്ദ്രമന്ത്രി ഈ കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന റോഡുകൾ പഴയ രീതിയിലുള്ള റോഡുകളിലൂടെയാണോ അദ്ദേഹം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ എന്തുകൊണ്ടാണ് സാർ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത്? അപ്പോൾ അത് ആ രീതി അത് ഒരിക്കലും ഒരു
ഒരു മന്ത്രിക്ക്, ഒരു കേന്ദ്രമന്ത്രിക്ക് യോജിച്ച ഒരു നിലപാടല്ല സാർ. വിദ്യാഭ്യാസം, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ഞങ്ങൾ വിദ്യാഭ്യാസത്തിൽ മറ്റ് സ്റ്റേറ്റുകളെക്കാൾ പിന്നോക്കമാണെന്ന് അംഗീകരിക്കണമെന്നാണ് സാർ ഇവിടെ കേന്ദ്രത്തിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ നമ്മൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നത്. സാർ, ഈ കേരളത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സബ്മിഷന് മറുപടിയായി പറഞ്ഞില്ലേ സാർ, എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ നാളിതുവരെ 2016 മുതൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങി വിദ്യാകിരണം പദ്ധതിയിലൂടെ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് വരെയുള്ള പ്രഖ്യാപനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്രമന്ത്രി അറിയാതെയാണോ സാർ നടക്കുന്നത്? അവിടെ ഇത് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നോക്കമാണ്. അത് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കേരളം പൊതുവിദ്യാഭ്യാസം മാത്രമല്ല സാർ, ഉന്നത വിദ്യാഭ്യാസം. അവർ ഗവർണർമാരെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കുന്നതിനുള്ള സകല പണികളും നോക്കിയിട്ടും തകരാതെ ഈ കേരളം ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിടിച്ചു നിന്നതിൻ്റെ പ്രതികാരം കൂടി തീർക്കുന്ന തരത്തിലാണ് സാർ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പിന്നോക്കമാണ് എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കണമെന്നുള്ള തിട്ടൂരം ഒരു കേന്ദ്രമന്ത്രി കേരളത്തിനോട് തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സാർ. പിന്നീട് പറഞ്ഞത് എന്താണ് സാർ, സാമൂഹ്യപരമായിട്ട് നാം പിന്നോക്കമാണ് എന്ന് നാം അംഗീകരിക്കണമെന്ന്. സാർ, കേരളം സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണെന്ന് അംഗീകരിച്ചാൽ പിന്നെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് സാർ സാമൂഹ്യപരമായിട്ട് പിന്നോക്കമുള്ളത്? ഇവിടെ സാർ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെ മഹേഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, കേരളം സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്താ? പക്ഷെ കേരളത്തിൽ അദ്ദേഹം ജാതി കോമരങ്ങൾ നിറഞ്ഞാടിയുന്ന സന്ദർഭത്തിലാണ് കേരളത്തെ ഭ്രാന്താലയമെന്ന് ഇവിടെ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കുന്ന സന്ദർഭമുണ്ടായത്. സാർ, ഇന്ന് അത്തരത്തിലുള്ള ജാതി ചിന്തകളുടെ നവോത്ഥാന നായകരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മളുടെയൊക്കെ മനസ്സിൽ നിന്ന് അത്തരത്തിലുള്ള ഇരുട്ടുകളെല്ലാം മാറ്റി നമ്മളെല്ലാവരും വെളിച്ചത്തിലേക്ക് വന്നത് ഈ കേന്ദ്രമന്ത്രി അറിയുന്നില്ലേ സാർ? ഇവിടെ മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണിന് അവകാശമില്ലായിരുന്ന ജനങ്ങൾക്ക് ഇന്ന് സ്വന്തമായി വീടും സ്ഥലവും അത് കിടക്കാൻ ഇടവും നൽകിയ ഇടതുപക്ഷത്തിൻ്റെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തൊട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കേന്ദ്രമന്ത്രി അറിയാതെയാണോ സാർ പോകുന്നത്? ഇവിടെ അക്ഷരാഭ്യാസം അനുഭവിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കൂട്ടം എന്താ പറയുക, അന്നത്തെ കണക്കിൽ ജാതിയിൽ താഴ്ന്നെന്ന് പറഞ്ഞിരുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും അതുപോലെ തന്നെയുള്ള മറ്റ് നവോത്ഥാന നായകരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ അക്ഷരത്തിൻ്റെ അറിവ് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് ലഭിച്ചതെന്ന് ഈ കേന്ദ്രമന്ത്രിക്ക് അറിയാതെ പോകുന്നു സാർ. പക്ഷേ ഇപ്പോഴും അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ആ അധമ വികാരം ഇപ്പോഴും ഇങ്ങനെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് സാർ മറ്റൊരു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഗോത്രവർഗത്തിൻ്റെ വകുപ്പുകൾ അത് ഉന്നത കുലജാതർക്ക് കൈമാറണം. സാർ, ആരാണ് സാർ ഈ ഇന്ത്യയിലെ ഉന്നത കുലജാതർ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സാർ. ഇവിടെ എല്ലാവരും സമന്മാരാണ് സാർ. ഇവിടെ ജനാധിപത്യമാണ് സാർ. ഈ ജനാധിപത്യ രാജ്യത്ത് ആരാണ് ഉന്നത കുലജാതർ? അവർക്ക് ഇനി ഉന്നത കുലത്തിൽ ജനിച്ചവർക്ക് മാത്രമേ ഭരണം അറിയാവുള്ളുന്നുണ്ടോ, അറിവുള്ളതോ, അങ്ങനെയുണ്ടോ? ഇത് ഇപ്പോഴും ചില സവർണ മനോഭാവമായി നടക്കുന്ന ചില മേലാളന്മാരുടെ അത്തരത്തിലുള്ള വാക്കുകൾ ഞങ്ങൾ കേരളം പുച്ഛിച്ച് തള്ളുകയാണ് സാർ. ഇവിടെ ഒരു ഉന്നത കുലജാതരുമില്ല, ഈ ഇന്ത്യയിൽ ഒരു ഉന്നത കുലജാതരുമില്ല. ഇവിടെ എല്ലാവരും സമന്മാരെയാണ് സാർ. ഭരണഘടനയാണ് സാർ ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. ആ ഭരണഘടനയിൽ എല്ലാവരും സമന്മാരെയാണ് സാർ. ആ ഭരണഘടന എഴുതിയത് ആരാണ് എന്ന് നമ്മൾ മറന്നുപോകരുത്. ആ ഭരണഘടന അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ദാക്ഷായണി വേലായുധൻ ആരാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് സാർ. അങ്ങനെ അത്രയും ആൾക്കാർ കൂടിയിരുന്നുണ്ടാക്കിയ ഭരണഘടനയാണ് സാർ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അവിടെ ഒരു ഉന്നത കുലജാതരും ഇല്ല. ഇവിടെ ഭരിക്കാൻ അറിയാം ഇവർ പറയുന്ന ഈ വിഭാഗക്കാർ ഭരണത്തിൽ. ഇപ്പോൾ ചിലർ പറയും എന്താ പറയുക, സംവരണം എടുത്തു കളയണം. സംവരണ വിഭാഗക്കാർക്ക് ഇതൊന്നും അറിയാൻ വയ്യാതെയാണ് സാർ നടക്കുന്നത്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് സാർ. ഇവിടെ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായി ഞങ്ങളുടെ തലമുറകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് സാർ. ഞങ്ങൾക്ക് അറിവുണ്ട് സാർ. ഞങ്ങൾക്കിത് ഈ ഭരണഘടനയും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് നിയമങ്ങളും പഠിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സാർ. പിന്നെ ആരാണ് സാർ ഇവിടെ ഭരിക്കാനായിട്ട്? ഞങ്ങൾ മാത്രമാണ് യോഗ്യരെന്ന് പറയാൻ ആർക്കാണ് സാർ ഇവിടെ അവകാശമുള്ളത്? അപ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ
പൂർണ്ണമായും പിൻവലിച്ച് ഈ നാടിനോട് മാപ്പ് പറയുകയാണ് സാർ ഈ കേന്ദ്രമന്ത്രിമാർ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയുവാനുള്ളത്. സാർ യോജിച്ച നന്ന് ഈ സമൂഹത്തിന് വേണ്ടി. സാർ സാർ ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. ഞാൻ സാർ ഒറ്റ കാര്യം കൂടി, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. സാർ കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കേരളത്തിലെ നമ്മുടെ ബഡ്ജറ്റ് ഇവിടെ എന്താ പറയുക, മഹേഷ് പറഞ്ഞതുപോലെയൊന്നും അല്ല. കേരളത്തിലെ ബഡ്ജറ്റ് പ്രതീക്ഷാ നിർഭരമാണ് സാർ. ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ നിങ്ങൾ പഴമുറ കൊണ്ട് മറയ്ക്കുന്ന പോലെയാണ് ഇന്ന് കേരളത്തിലെ ഈ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞത്. നവകേരള സദസ്സിൽ പക്ഷപാതം ഉണ്ടാകരുതെന്ന് ഇവിടെ മഹേഷ് പറഞ്ഞല്ലോ. മഹേഷ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട അംഗം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നവകേരള സദസ്സിൽ ഞങ്ങൾ MLA-മാരെല്ലാവരും ആ നവകേരള സദസ്സ് വിജയിപ്പിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ അത് തകർക്കുന്നതിനല്ലേ നിങ്ങളെല്ലാവരും ശ്രമിച്ചിരുന്നത്. പിന്നെ അതിന്റെ പക്ഷപാതം അതിന്റെ വിഹിതത്തിൽ പാടില്ല എന്ന് പറയുവാൻ എന്താ അർഹതയാണ് സാർ നിങ്ങൾക്കുള്ളത്? അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അല്ല, അങ്ങനെ പണ്ടുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് 5 കോടി രൂപ 360 കോടിയൊക്കെ കൊണ്ടുപോയ മണ്ഡലങ്ങളൊക്കെ കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം കാലത്ത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മാത്രമല്ല സാർ പക്ഷപാതമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സാർ. അതുപോലെ തന്നെ തീർച്ചയായും സാർ രണ്ട് കാര്യം കൂടി സാർ. വൈക്കത്തിന് ബഡ്ജറ്റിൽ നൽകിയ പിന്തുണയ്ക്ക് ഞാൻ പൂർണ്ണമായ നന്ദി അറിയിക്കുകയാണ് സാർ. ഒപ്പം തന്നെ മന്ത്രിക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, നേരേകടവ് മാക്കേക്കടവ് പാലം 43 കോടി രൂപയുടെ അധികം തന്ന്, 100 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു, 43 കോടി രൂപ കൂടി അധികം തന്നിപ്പോൾ അതിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്ന സന്ദർഭത്തിൽ നേരേകടവ് മുതൽ ഉദയനാപുരം വരെയുള്ള റോഡിന് വീതി കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ മന്ത്രിയോട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതുകൂടി ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി പരിഗണിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സാർ. ഒപ്പം തന്നെ കഴിഞ്ഞ UDF സർക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബഡ്ജറ്റിലും ഈ ബഡ്ജറ്റിലും ഉണ്ടായ പ്രഖ്യാപനങ്ങളിൽ സർക്കാർ ആത്മാർത്ഥതയോടെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കൂടി ഈ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സ്കൂൾ പാചക തൊഴിലാളികളുടെ വിഷയം കൂടി ഞാൻ പറയാനിരുന്നതാണ്, പക്ഷേ അത് സബ്മിഷന്റെ മറുപടിയായി മന്ത്രി വിശദമായി തന്നെ എന്റെ മറുപടി പറഞ്ഞു. അതിലേക്ക് കേന്ദ്ര വിഹിതം നമുക്ക് ലഭിക്കുന്നില്ല എന്ന്, പക്ഷെ അത് അവർക്ക് കൃത്യമായിട്ട് ശമ്പളം അവരുടെ അതാത് മാസങ്ങളിൽ കിട്ടുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സാർ.